അപ്പോൾ ഇന്ന് നമുക്കൊരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. എൻ്റെ കിളി കാത്തിരുന്ന അവളുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ഡേ ആണ്. മെയ് 1 കേട്ടോ. അപ്പോൾ അവളെ നമ്മൾ 6:30 ആയപ്പോഴത്തേക്ക് തന്നെ പള്ളിയിലേക്ക് ഒരുക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 7:30 കുർബാന. 7:15 ആയപ്പോൾ അവരെ അൾത്താര ബാലന്മാരും ഒക്കെ ആയിട്ട് വന്ന് പള്ളിയിലേക്ക് നമ്മൾ ആനയിക്കുകയാണ് കേട്ടോ. 2 സൈഡിൽ നിൽക്കുന്ന പാരൻസാണ് കുട്ടികൾ നടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അവളുടെ അങ്കിളാണ് കേട്ടോ അവളുടെ എല്ലാ കാര്യങ്ങൾക്കും പപ്പയുടെ സ്ഥാനത്ത് നിന്നത്. അപ്പോൾ പള്ളിയിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സെൻറ്ററിൽ ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 സൈഡിലും പാരൻസാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അപ്പുറ സൈഡിലൊക്കെ. അപ്പം കുർബാനയൊക്കെ നല്ല രീതിയിൽ സ്വീകരിച്ചു, നല്ല മിടുക്കിയായിട്ട് സ്വീകരിച്ചു കേട്ടോ. 2-3 ദിവസമായിട്ട് ആൾക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്താണെന്നറിയില്ല, ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മിടുക്കിയായിട്ട് കുർബാനയൊക്കെ സ്വീകരിച്ചു കേട്ടോ. അപ്പോൾ 18 കുട്ടികളാണ് ഇന്ന് മൊത്തം ആദ്യ കുർബാനയ്ക്ക് ഉണ്ടായിരുന്നത്. എല്ലാവരും നല്ല ഭംഗിയിൽ സുന്ദരിമാരുമായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുർബാനയൊക്കെ കഴിഞ്ഞ് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് തിരിച്ച് നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു സെക്ഷനാണ് കേട്ടോ. അപ്പോൾ പാരൻസും കൂടെ വന്ന് അച്ഛന്മാരുടെ കൂടെ ഫോട്ടോ എടുക്കുകയാണ്. ഇതാണ് കേട്ടോ അവളുടെ അങ്കിള്. അപ്പോൾ ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്ത് വന്ന് സൺഡേ സ്കൂളിലെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അച്ഛന്മാരും നിന്നിട്ടുള്ള ഗ്രൂപ്പ് ഫോട്ടോയാണ് കേട്ടോ ഇത്. അപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ചെറിയൊരു കാപ്പി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജ്യൂസും പിന്നെന്തോ കഴിക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കിളിയായിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സുമായിട്ടൊക്കെ നിർത്തി നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കിളിയുടെ കുറച്ച് ഫ്രണ്ട്സും പിന്നെ സൺഡേ സ്കൂൾ ടീച്ചറും മദറുമാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് നമ്മൾ കിളിയുടെ പപ്പയുടെ കളറിലേക്ക് വരികയാണ്. ഞാനും ആൻറ്റിയും കിളിയുണ്ടായിരുന്നു. അപ്പോൾ ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് ബൊക്കയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബൊക്ക നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു സമയമായപ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നി. കാരണം അവളുടെ പപ്പയും കൂടെ ഉണ്ടായിരുന്നെങ്കിലും ആഗ്രഹിച്ച് പോയിട്ടാണ്. അപ്പോൾ അവളുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ കല്ലറയിലും പോയി പൂവൊക്കെ വെച്ച് തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. പ്രാർത്ഥിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോരുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ കിളിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്. ഗിഫ്റ്റും ഉണ്ട്. ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ. നമ്മൾ ഉച്ചയ്ക്കാണല്ലോ ഫംഗ്ഷൻ പറഞ്ഞത്. അപ്പോൾ അമ്മ ഫ്രണ്ടിൽ നിൽപ്പുണ്ട് കേട്ടോ കിളിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോട്ടോയൊക്കെ എടുത്ത് ബൊക്കയും കാര്യങ്ങളൊക്കെ പപ്പയെ കാണിക്കുന്നതാണ് കേട്ടോ. ഇന്നത്തെ ഈ ഒരു ഫംഗ്ഷനിൽ നമ്മൾ ഏറ്റവും മിസ് ചെയ്യുന്നത് കിളിയുടെ പപ്പയെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആൾ മരിച്ചിട്ട് ഇപ്പോൾ 3 വർഷമായി. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ അവൾക്ക് കൊടുത്തൊരു കുഞ്ഞു ഗിഫ്റ്റ്. അപ്പോൾ നമ്മളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കിളി ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു ഡേ ആയിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ അങ്ങനെ ഏറ്റവും ഭംഗിയിൽ നല്ല രീതിയിൽ ആ ദിവസം അവളുടെ ആദ്യ കുർബാന നടന്നു. പിന്നെ നമ്മളെല്ലാവരും ഈ ഒരു സമയം മിസ് ചെയ്യുന്ന ഒരാൾ അവളുടെ പപ്പയാണ് കേട്ടോ. അത് നമ്മളെത്ര പറഞ്ഞാലും അത് വല്ലാത്തൊരു മിസ്സിങ് തന്നെയാണ്. അപ്പോൾ കിളി ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസം ഏറ്റവും നല്ല രീതിയിൽ അവൾക്ക് ആ കുർബാന സ്വീകരിക്കാനും ഈശോയുടെ കുട്ടിയായിട്ട് അവൾക്ക് ആ ഒരു അനുഗ്രഹം കിട്ടാനും ഒക്കെ ഒരുപാട് ഇന്ന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളാണ്. ഇതാണ് പള്ളിയിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റ് കേട്ടോ. ബൈബിളും പ്രാർത്ഥനാ പുസ്തകവുമാണ്. അപ്പോൾ എൻ്റെ കിളിയുടെ ഹോളി കമ്മ്യൂണിയന് വന്ന് അവളെ അനുഗ്രഹിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അവളുടെ ആ ഒരു ഇങ്ങനെ ആ ഒരു വേഷത്തിൽ അവളെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ദിവസം ഏറ്റവും സന്തോഷത്തോടെ ആ ദിവസം കടന്നു പോകാനായിട്ട് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ധാരാളമായിട്ട് എൻ്റെ കിളീനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എൻ്റെ കിളിയുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കിളിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും പറയണം കേട്ടോ. താങ്ക്